ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ട്രഡീഷണൽ ബ്രെഡ് അല്ല, കാരണം ഇതിനകത്ത് ഒട്ടും ഫ്ലവർ ഇല്ല. ഫ്ലവറിന് പകരമായിട്ട് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഫ്ലാക്സ് സീഡ് പൊടിച്ചത്, ചിയ സീഡ്സ്, അതുപോലെ സിലിയം ഹസ്ക്, കുറച്ച് പംകിൻസ്, കുറച്ച് സീഡ്സ്, ഇതൊക്കെയാണ്. നമുക്കറിയാം ഈ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന ബ്രെഡിനകത്ത് ഒത്തിരി പ്രിസർവേറ്റീവ്സ് ആൻഡ് അഡിറ്റീവ്സ് ഉണ്ട് അല്ലേ? കൂടാതെ ആഡഡ് ഷുഗേഴ്സ്, ഹിഡൻ സോൾട്ട്, ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ബ്രെഡ് വീട്ടിലുണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒത്തിരി ഉള്ളതാണ്. കൂടാതെ അതിനകത്ത് ഒമേഗ 3 ആസിഡ്സ് ഉണ്ട്. പിന്നെ ഇത് കൊളസ്ട്രോൾ ലോവറിങ് പ്രോപ്പർട്ടീസും കൂടി ഉണ്ട് ഈ ഫ്ലാക്സ് സീഡിന്. പിന്നെ ചിയ സീഡ്സ് എന്ന് പറഞ്ഞാൽ അത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ അതൊരു ജെല്ലി ഫോം ആവും. അപ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ അത് വളരെ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷുഗർ സ്പൈക്സ് ഒക്കെ അത് കുറച്ച് ഒരു ഫുഡ് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സിലിയം ഹസ്ക് എന്ന് പറഞ്ഞത് അത് ഒത്തിരി ഫൈബറസ് ആണ്. സോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ആഡ് മോർ ഫൈബർ ഇൻ ടു യുവർ ഡയറ്റ്. പിന്നെ കുറച്ച് സീഡ്സ് ഒക്കെ ആഡ് ചെയ്ത് ബ്രെഡ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതൊരു ന്യൂട്രീഷണൽ വാല്യൂവിൽ ഹൈ ആയിട്ടുള്ള ഒരു ബ്രെഡും, പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതൽ, ലോ കാലറീസ്, ഹൈ ഇൻ ഫൈബർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഗുണമുള്ള ഒരു ബ്രെഡായി മാറും. അപ്പോൾ നമുക്കത് അധികം പറയാതെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. ഇത് ഫ്ലാക്സ് സീഡാണ്. മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചിട്ട് ആ പൊടിയാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ഇൻഗ്രീഡിയൻ്റാണ് ചിയ സീഡ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചിയ സീഡ്സ്. പിന്നെ നമുക്ക് വേണ്ടത് സിലിയം ഹസ്ക്. ഇതൊരു പ്ലാന്റിൻ്റെ പൗഡറാണ്. ഇത് നമ്മുടെ ബ്രെഡിനെ ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മൾ വേറെ ഈസ്റ്റോ അല്ലെങ്കിൽ എഗ്ഗോ അതുപോലെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ സിലിയം ഹസ്ക് ആണ് നമ്മുടെ ബ്രെഡിനെ ബൈൻഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എൻ്റെ ഈ ഒരു ബോളിലേക്ക് ഒരു 1.5 കപ്സ് ഓഫ് നമ്മുടെ ഫ്ലാക്സ് സീഡ് പൊടിച്ചത് ആഡ് ചെയ്യുവാണേ. ഇത് ഒരു 1/4 കപ്സ് ഓഫ് ചിയ സീഡ്സ്. ഇനി ഒരു 35-40 ഗ്രാംസ് ഓഫ് സിലിയം ഹസ്ക്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പംകിൻ പ്യൂരി ആഡ് ചെയ്യുവാണ്. ഇത് ഞാൻ പംകിൻ വേവിച്ചിട്ട് അത് ഉടച്ചെടുത്തതാണ്, മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. അതുകൂടി ആഡ് ചെയ്യുവാണ്. സോ ഈ ബ്രെഡിൻ്റെ ബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാക്സ് സീഡിൻ്റെ പൊടി, ചിയ സീഡ്സ്, സിലിയം ഹസ്ക്. പിന്നെ ബാക്കി നമുക്ക് ഫ്ലേവേഴ്സ് എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്ത് ആഡ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സീഡ്സോ ഫ്രൂട്ട്സോ എന്ത് വെച്ച് വേണമെങ്കിലും മിക്സ് ചെയ്ത് ആഡ് ചെയ്യും. ഭയങ്കര ഫൊഗീവിങ് ആണ് ഈ റെസിപ്പി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബേസ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചെയ്യാവുന്ന. ഇത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്സ് ഓഫ് ഒലിവ് ഓയിലും കൂടെ ആഡ് ചെയ്യുവാണേ. എല്ലാവർക്കും കുറച്ച് ഡൗട്ട് കാണും, ഒലിവ് ഓയിൽ ബേക്കിങ്ങിന് ഉപയോഗിക്കാവോ? ഒലിവ് ഓയിലല്ല, എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ്. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ബേക്കിങ്ങിൽ ഉപയോഗിക്കാവോ? സ്മോക്കിംഗ് പോയിന്റ് കുറവില്ല. ആക്ച്വലി എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലിന് 190 എബോവ്, നിയർലി 200 to 210 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ സ്മോക്കിംഗ് പോയിന്റ്. അതുകൊണ്ട് തന്നെ ബേക്കിങ്ങിനോ അല്ലെങ്കിൽ സാധാരണ കുക്കിങ്ങിനോ ഒന്നും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ ഡീപ്പ് ഫ്രൈ മാത്രം ചെയ്യാതിരുന്നാൽ മതി. എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒരു ഹെൽത്തി ഓയിലാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ മൈൽഡ് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഉപയോഗിക്കാൻ നല്ലതാണ്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിയുമ്പോൾ ഈ ഫ്ലാക്സ് സീഡും ചിയ സീഡ്സും ഒക്കെ വെള്ളത്തിലേക്ക് ചെല്ലുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് വെള്ളം അബ്സോർബ് ചെയ്യും. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 10 മിനിറ്റ്സ്, ഒരു 5 to 10 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ടാണ് ഇതിനകത്ത് ചിയ സീഡ്സും ഫ്ലാക്സ് സീഡ്സും ഒക്കെ ഇതിനകത്ത് നമ്മൾ ഒഴിച്ച് വെള്ളം മുഴുവൻ അങ്ങ് അബ്സോർബ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കുറച്ചുകൂടെ തിക്കാവും. നമുക്ക് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് ഞാൻ അവൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു 180 ഡിഗ്രിയിൽ ആണ് നമുക്ക് ബേക്ക് ചെയ്യേണ്ടത്. സോ അത് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഞാനൊരു ലോഫ്റ്റിൻ്റെ എടുത്തിട്ടുണ്ട്. നമുക്ക് ബ്രെഡ് മേക്ക് ചെയ്യാനായിട്ട് നമുക്കിത് കുറച്ച് പാർച്ച്മെൻറ്റ് പേപ്പർ എടുത്ത് വയ്ക്കാം. കാരണം ഇതിന് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമുക്ക് പാർച്ച്മെൻറ്റ് പേപ്പർ. ഏകദേശം 5 മിനിറ്റ്സ് കഴിഞ്ഞു. അപ്പോൾ നല്ലൊരു തിക്ക് ബാറ്റർ ആയിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഒരു 1/2 കപ്പോടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ സീഡ്സും പംകിൻ സീഡ്സും ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ലൈക്ക് ക്രാൻബെറി, റൈസിൻസ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഏത് നട്ട്സ് വേണമെങ്കിലും, വാൾനട്ട്സ്, എന്ത് നട്ട്സ് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ
പ്ലേറ്റിലോട്ട് ഇത് മാറ്റാം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണേ. സോ നമ്മുടെ ബാറ്റർ നമ്മുടെ ലോഫ്റ്റിനിലേക്ക് നല്ലതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 180 ഡിഗ്രിയിൽ ഏകദേശം ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ ട്രേയിൽ നിന്ന് എടുത്ത് പിന്നെ ഒരു അനദർ 15 to 18 മിനിറ്റ്സും കൂടെ ബേക്ക് ചെയ്യണം. ഞാൻ 25 മിനിറ്റ്സ് സെറ്റ് ചെയ്യുവാണ്. ഓക്കെ, നമ്മളിപ്പോൾ 25 മിനിറ്റ്സ് ആയി ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ട്രേയിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ 18 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മുടെ ബ്രെഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം. ഇത് ഞാനൊരു വയറിംഗ് റാക്കിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് കൂൾ ഡൗൺ ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മുടെ ബ്രെഡ് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിത് കൂൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. സ്ലൈസ് ചെയ്യാൻ പാകമാണ്. ഓക്കെ, നമ്മുടെ ബ്രെഡെല്ലാം സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ആദ്യം ഞാൻ കുറച്ച് ജാമാണ് എടുക്കുന്നത്. ഇത് ഞാൻ മിക്സഡ് ബെറീസും ചിയ സീഡ്സും വെച്ചുണ്ടാക്കിയ ജാമാണ്, ഹോം മെയ്ഡ് ജാമാണ്. അത് വെച്ച് ടേസ്റ്റ് ചെയ്യാം. ഞാൻ കുറച്ച് ഹോമസ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഹോമസ് വെച്ചിട്ടുണ്ട്.